വൈറലായിരിക്കുന്ന ചായയും ബൺമസ്കയുടെയും ഇറാനി ചായയും ബൺമസ്കയുടെ വീഡിയോ കേട്ടോ. അപ്പോൾ അധികം നമുക്ക് ബൺമസ്ക ഉണ്ടാക്കാൻ അധികം വലിയ ബുദ്ധിമുട്ടില്ല, ഇറാനി ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ ഉണ്ടാക്കിൻ്റെ ഒരുപാട് വീഡിയോസ് ആളുകൾ ഇട്ടിട്ടുണ്ട് ഇറാനി ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇറാനി ചായ ഉണ്ടാക്കാം. പിന്നെ ബൺമസ്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ബട്ടർ എടുക്കുക. ഓക്കെ, കൂടെ നമുക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതും മധുരത്തിന് ആവശ്യതോ. ഓവറായിട്ട് മധുരം നമ്മളിതിൽ ഇടരുത് കേട്ടോ. ഓവറായിട്ട് മധുരം ഇടരുത്. ബൺമസ്കയിൽ നമ്മൾ ക്രീം ബണ്ണ് പോലും മധുരം ഒരിക്കലും ഇടരുത്. ഇതിലിപ്പോൾ ഞാൻ ചേർത്തിക്കുന്ന ബട്ടറും റൂം ടെമ്പറേച്ചറുള്ള ബട്ടറിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായി നമ്മൾ ക്രീം ടെക്സ്ചറിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഒറിജിനൽ ബൺമസ്കയിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർ ബട്ടറും ആണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു മധുരത്തിനും കൂടിയിട്ട് ചെറുതായിട്ടൊരു ഷുഗർ പഞ്ചസാര പൊടിച്ച് ഇട്ടിരിക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൽ ഇങ്ങനെ ആക്കിയും കൂടി കൊടുക്കണം. നിങ്ങൾ കണ്ടില്ല വൈറലായിട്ടുള്ള ഈ ബൺമസ്ക ഇത് വെച്ചിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ കപ്പിൾസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് അങ്ങോട്ട് തുടങ്ങി സംഭവം. നമ്മുടെ ക്രീം ബണ്ണല്ല ബൺമസ്ക റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതിലും കൂടി ചെയ്യാം. ഇത് കഴിക്കേണ്ട സംഭവം ഏറ്റവും നല്ല രസം. ഇത് നമുക്ക് ചായയിൽ ഡിപ്പ് ചെയ്ത് തന്നെ കഴിക്കണം കേട്ടോ, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെ, ഇതിൽ ആകെ ഞാൻ ചേർത്തിക്കുന്ന ബട്ടറും പഞ്ചസാര പൊടിച്ചത് ഒരു 1.5 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഇത്രേ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് എല്ലാതിൻ്റെ ചുറ്റുവശത്ത് മൊത്തം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബട്ടർ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പക്ഷേ ഒറിജിനൽ ബൺമസ്കയിൽ അങ്ങനെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായയാണ്. ഇറാനി ചായ നമ്മൾ ഈ പട്ട അതുപോലെ തന്നെ ഏലക്ക ഒക്കെ നമ്മൾ പഞ്ചസാരയുടെ ഒപ്പം തന്നെ പട്ടയും ഏലക്കൊക്കെ ഇടുക. പിന്നെ എന്നിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കേട്ടോ. ആദ്യം കട്ടൻ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് പാല് മിക്സ് ആക്കിയിരിക്കണം. അപ്പോൾ അതെ നല്ല ഇറാനി ഇത് ചായയിൽ മുക്കിക്കഴിച്ചാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബൺമസ്കയും അതേപോലെ തന്നെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിലങ്ങോട്ട് മുക്കി ഡിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. കാരണം എന്താണെന്ന് പറഞ്ഞത് സൂപ്പർ സംഭവമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം.